ഒരു കാരണം വന്നപ്പോൾ അതുവരെ അന്തഃപുരത്തിൽ പതുങ്ങിയിരുന്ന ഭർത്തൃ ശുശ്രൂഷ ചെയ്ത് പതിവ്രതയായി അന്തഃപുരത്തിൽ അനാവശ്യമായ സന്ദർഭങ്ങളിൽ രാജസദസ്സുകളിലേക്ക് പ്രവേശിക്കുകയില്ലാത്ത പാഞ്ചാലി ഈ സർവ്വപുരുഷന്മാരുടെയും തലയിൽ കാലുവെച്ചു. അതിനൊരു മടിയും ഉണ്ടായിരുന്നില്ല, അതിനൊരു അധീരതയും ഉണ്ടായിരുന്നില്ല. സ്ത്രൈണമായ ചേഷ്ടകളുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സൗന്ദര്യത്തിൻ്റെ വശവും കൂടിയാണ്. ആ സ്ത്രൈണമായ ചേഷ്ടകളുണ്ടായിരുന്നു, അതുകൊണ്ട് കരഞ്ഞിരുന്നു, കരച്ചിൽ വന്നു. ഭീതി ഉണ്ടായിരുന്നില്ല. അർജുനന് ഉണ്ടായ ഭീതി പോലും അത് മഹത്തായ സേനയെയും തനിക്ക് താൻ അജയന്മാരെന്ന് കരുതുന്ന ഭീഷ്മദ്രോണ കൃപന്മാരെയും കണ്ടപ്പോഴുണ്ടായ ഭീതിക്ക് അദ്ദേഹം കൃപയെന്ന് പേരിട്ടെങ്കിലും അത് കൃപയായിരുന്നില്ല. ഇവിടെ അതല്ല. കരച്ചിലുണ്ടായിരുന്നുവെങ്കിലും ഒരു ഭീതിയും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ എനിക്ക് ന്യായം വിധിക്കുക. എന്നെ ഇവിടെ കൊണ്ടുവരാവുന്നവളാണോ? എന്നെ പണയം വയ്ക്കാവുന്നതാണോ? എന്നെ പണയം വയ്ക്കുന്നതിന് എൻ്റെ അനുവാദമുണ്ടോ? എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കളിയിലെ ഒരാളാണോ? ഞാൻ ഈ കളിയെ അനുകൂലിച്ചിരുന്നോ? എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന വിധത്തിൽ അതിധീരമായ ചോദ്യങ്ങളാണ്.